ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. അഗ്നിനേത്ര ഭാഗം 19. പെട്ടെന്നാണ് അഗ്നിയെ പിന്നിൽ നിന്നും ആരോ ഉന്തിയിട്ടത്. പ്രതീക്ഷിക്കാതെ ആയതിനാൽ അവൻ കമ്മന്നടിച്ചു വീണു. ദേഷ്യം വന്ന് കിടന്ന കിടപ്പിൽ തിരിഞ്ഞു നോക്കിയ അഗ്നി തനിക്ക് മുന്നിൽ അതിനേക്കാൾ ദേഷ്യത്തിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ഉമിനീരിറക്കി. നിങ്ങൾക്ക് ഇവരെ മാത്രം മതിയല്ലേ? അപ്പം ഞാൻ നിങ്ങളുടെ അരമനുഷ്യ? നിങ്ങളെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. പറഞ്ഞതും കാർത്തിക എന്ന കാർത്തു അവനെ നെഞ്ചിൽ കയറിയിരുന്ന് അവനെ അറഞ്ചം പുറഞ്ചം അടിച്ചു. തൻ്റെ കുഞ്ഞു പെങ്ങളെ തിരിച്ചു വേദനിപ്പിക്കാൻ കഴിയാത്തതിനാൽ അവൻ അതെല്ലാം കൊണ്ടു. കുറച്ചു കഴിഞ്ഞതും പാവം തോന്നി കാശി ചെന്ന് അവളെ പിടിച്ചു മാറ്റി. അഗ്നിയോട് പിണങ്ങി അവൾ സോഫയിൽ ചെന്നിരുന്നു. അത് കണ്ടതും അഗ്നി ദയനീയമായി കാശിയെ നോക്കിയെങ്കിലും കിട്ടാനുള്ളത് ഒറ്റയ്ക്ക് പോയി വാങ്ങിക്കോ എന്ന ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത്. അഗ്നി പതിയെ കാർത്തുവിനരികിൽ ചെന്നിരുന്നു. അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. MBAക്ക് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അവൻ്റെ ചേർത്ത് പിടിക്കലിൽ അവൾ ഒരു കൊച്ചു കുഞ്ഞായി മാറി അവനിലേക്ക് ചേർന്നിരുന്നു. ഞാൻ ആരുമല്ല ഏട്ടാ. അത്യധിക സങ്കടത്തോടെ അവൾ ചോദിച്ചതും അവൻ അവളെ തന്നിൽ നിന്നും അകറ്റി മാറ്റി അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ആര് പറഞ്ഞു? ഈ അഗ്നിയുടെ കുഞ്ഞി പെങ്ങളല്ലേ നീ? എൻ്റെ മാത്രം കാർത്തുട്ടി. ഇവരെല്ലാം എൻ്റെ ജീവനാണെങ്കിൽ നീ എനിക്ക് എൻ്റെ ആത്മാവാണ് മോളെ. നിന്റെ ഏട്ടൻ എന്നൊരു വിളിയാണ് പലപ്പോഴും ആത്മഹത്യ എന്ന ചിന്തയിൽ നിന്നും എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. അവൻ്റെ വാക്കുകൾ കേട്ടതും അവളുടെ മുഖം വിടർന്നു. സങ്കടവും പരിഭവവും പോയി മറഞ്ഞു. ഏട്ടൻ്റെയും പെങ്ങളുടെയും കെട്ടിപ്പിടുത്തവും കരച്ചിലും കഴിഞ്ഞെങ്കിൽ ബാക്കിയുള്ളവർക്ക് വല്ലതും കഴിക്കാമായിരുന്നു. ആ സന്ദർഭത്തിൽ അയവ് വരുത്തുവാനായി കാശി വന്നതും കാർത്തിക് അവനെ രൂക്ഷമായി നോക്കി. നീ പോടമാക്രി, നിനക്ക് ഞങ്ങളുടെ സ്നേഹം കണ്ട് അസൂയല്ലടാ. വീറോടെ അവൾ വിളിച്ചു പറഞ്ഞതും കല്യാണി കയ്യിലിരുന്നിരുന്ന ചട്ടകം കൊണ്ട് അവൾക്കൊന്നു കൊടുത്തിരുന്നു. അവളുടെ അപ്പോഴത്തെ ഭാവം കണ്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ചിരിയും കളിയുമായി അവർ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് യാത്ര പറഞ്ഞ് കാശിയും അഗ്നിയും ഓഫീസിലേക്ക് തിരിച്ചു. പതിവ് പോലെ ഗൗരവത്തോടെ ഓഫീസിൻ്റെ അകത്തേക്ക് കയറിയ അഗ്നി നേത്രയുടെ സീറ്റ് എത്തിയതും അവൻ്റെ കണ്ണുകൾ അറിയാതെ അവളെ തേടിപ്പോയി. എന്നാൽ അവിടെ അവൾ ഇല്ലെന്ന് കണ്ടതും വല്ലാത്തൊരു അസ്വസ്ഥത അവനെ വന്നു മൂടി. പിടിവിട്ടു പോകുന്ന തൻ്റെ മനസ്സിനെ പിടിച്ചു കെട്ടി അവൻ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. എന്നാൽ അവൻ്റെ ഭാവമാറ്റങ്ങൾ കൃത്യമായി ഒരാളുടെ കണ്ണിൽ പതിയുന്നുണ്ടായിരുന്നു. കിച്ചണിൽ നിന്ന് നേത്രയ്ക്കുള്ള കഞ്ഞി ഉണ്ടാക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം ഗൗരി കേട്ടത്. ആ നേരത്ത് വന്ന് ശല്യം ചെയ്യുന്നവരെ അവൾ നന്നായി മനസ്സാലെ സ്മരിച്ചു. നേത്രയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് കുറച്ചു നേരമേ ആയിട്ടുള്ളൂ. വന്നപ്പോൾ അവളെ ഒന്ന് ഫ്രഷ് ആവാൻ സഹായിച്ച് അടുക്കളയിൽ കയറിയതാണ്. മരുന്ന് കഴിക്കാൻ നേരമായതിനാൽ കഞ്ഞി ഉണ്ടാക്കാൻ കയറിയതാണ്. പാചകത്തിൻ്റെ ABCD അറിയാത്തതുകൊണ്ട് എത്ര വേവിച്ചിട്ടും അരി കല്ല് പോലെ കിടക്കുന്നത് കണ്ടതും അവൾക്ക് ദേഷ്യം വന്നിരുന്നു. അതേ ദേഷ്യത്തോടെ അവൾ ചെന്ന് വാതിൽ തുറന്നതും പുറത്തു നിൽക്കുന്നവനെ കണ്ട് അവളിലെ ദേഷ്യം ഒന്നുകൂടി കൂടി. എന്താ? വാതിൽ തുറന്ന് ദേഷ്യത്തോടെ തന്നോട് ചോദിക്കുന്നവളെ കാണുകെ കാശി പകച്ചു നിന്നു. ഹോ, ഇവളെ എപ്പോൾ കണ്ടാലും ഈ ഭദ്രകാളി സ്വഭാവമാണല്ലോ ഈശ്വരന്മാരെ, കാശി മനസ്സിൽ വിചാരിച്ചു. വഴിയിൽ നിന്ന് മാറ്, എനിക്കകത്തേക്ക് കയറണം. ഗൗരവത്തോടെ അവൻ പറഞ്ഞ് മുന്നോട്ട് നടക്കാനാഞ്ഞതും അവൾ അവന് മുന്നിൽ കയറി നിന്നു. എങ്ങോട്ട് കയറുന്നു? ഇത് ഞങ്ങളുടെ ഫ്ലാറ്റാണ്. എൻ്റെ അനുവാദം കൂടാതെ അകത്തോട്ട് ഇടിച്ചു കയറാൻ സമ്മതിച്ചതേയില്ല ഞാൻ. അല്ല, എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്ന് നച്ചുവിനെ കാണാനായാണ്. ഞാൻ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടേ പോകൂ. അവളുടെ സംസാരത്തിൽ അവനും ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. താൻ കണ്ടിട്ടല്ല, കൊണ്ടിട്ടേ പോകൂ. തൻ്റെ കൂട്ടുകാരൻ കാരണം അവൾ ഹോസ്പിറ്റലായിട്ട് അവളുടെ അടുത്ത് ആരെങ്കിലും വരും മുന്നേ അവിടെ നിന്നും പോയി. താനും കടമ്പ തീർക്കാനായി എന്നെ അവിടെ കൊണ്ടാക്കി യാത്ര പോലും പറയാതെ പോയി. എന്നിട്ട് ഇപ്പോൾ സുഖവിവരം അന്വേഷിച്ചു വന്നിരിക്കുന്നു. അല്ല, ഇങ്ങനെ വരാൻ മാത്രം അവൾ നിങ്ങളുടെ ആരുമില്ലല്ലോ. നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വെറും തൊഴിലാളി. അവൾക്ക് എന്ത് പറ്റിയാലും അത് അന്വേഷിച്ചു പോകേണ്ട കാര്യം നിങ്ങൾക്കില്ല. 2 ദിവസത്തേക്ക് അവളെ ലീവ് ആപ്ലിക്കേഷൻ ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. അതിന് പുറകെ അവളെ രാജിക്കത്തും വരും. അത് അപ്രൂവ് ചെയ്താൽ മാത്രം മതി മുതലാളിമാർ. അവളുടെ വാക്കുകൾ കാശിയിൽ ഞെട്ടലുണ്ടാക്കി, ഒപ്പം ദേഷ്യവും. അത് നീയാണോ തീരുമാനിക്കുന്നത്? രാജിവെക്കുന്നുണ്ടെങ്കിൽ അത് പറയേണ്ടത് നീയല്ല, നേത്രയാണ്. സോ അത് അവളുടെ അടുത്തു നിന്നും അറിഞ്ഞിട്ടേ ഞാൻ പോകൂ. അതും പറഞ്ഞ് മുന്നിൽ നിൽക്കുന്നവളെ തട്ടി മാറ്റി അവൻ അകത്തേക്ക് കടന്നതും അവൾ പിന്നിൽ നിന്നും അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചു.
പ്രതീക്ഷിക്കാത്തതായതിനാൽ അവൻ പിന്നിലേക്ക് ആഞ്ഞു. പുറകിൽ നിൽക്കുന്ന ഗൗരി ഇടിച്ച് രണ്ടുപേരും നിലത്ത് വീണു. വീണ വീഴ്ചയിൽ കാശി ഗൗരിക്ക് മുകളിലായാണ് വീണത്. അവൻ്റെ ചുണ്ടുകൾ അറിയാതെ അവളെ ചുണ്ടിൽ സ്പർശിച്ചു. രണ്ടുപേരും ഒരു നിമിഷം ഞെട്ടിത്തരിച്ചുപോയി. ബോധം വീണ്ടെടുത്ത കാശി തട്ടിപ്പിടഞ്ഞ് അവളിൽ നിന്നും എഴുന്നേറ്റു മാറി. തലയിലും കൈവച്ച് നിന്നു. ഏതോ സ്വപ്ന ലോകത്തിലെന്ന പോലെ ഗൗരി കിടന്നിടത്തു നിന്നും എഴുന്നേറ്റ് നിലത്ത് തന്നെ ഇരുന്നു. അനക്കമൊന്നും കാണാതെ തിരിഞ്ഞു നോക്കിയ കാശി അവളുടെ കിളി പോയ പോലുള്ള ഇരിപ്പ് കണ്ടതും അവന് ചിരി വന്നു. അവൾക്ക് പെട്ടെന്നൊന്നും ബോധം തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് തോന്നിയതും കാശി ഫ്ലാറ്റിനു ചുറ്റും കണ്ണോടിച്ചു. തുറന്നു കിടക്കുന്ന റൂം കണ്ടതും നിലത്തിരിക്കുന്നവളെ ഒന്നുകൂടി നോക്കി അവൻ ആ റൂമിലേക്ക് ചെന്നു. കട്ടിലിൽ ചാരി കണ്ണടച്ചിരിക്കുന്ന നേത്രയെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. തനിക്കരികിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയതും നേത്ര കണ്ണു തുറന്നു നോക്കി. മുന്നിൽ കാശി നിൽക്കുന്നത് കണ്ടതും നിറഞ്ഞ പുഞ്ചിരി അവന് സമ്മാനിച്ചു. അത് കണ്ടതും അവൻ വാത്സല്യത്തോടെ അവളെ തലയിൽ തലോടി. ഹൗ ആർ യു നച്ചു? ഫൈൻ സർ. അവൾ സാർ എന്ന് വിളിച്ചതും കാശി മുഖം ചുളിച്ചു. അതെന്താ പെട്ടെന്നൊരു സാർ വിളി? ഇന്നലെ വരെ കാശിയേട്ടനായിരുന്നല്ലോ. ഇന്നലെ ഞാൻ പോയത് കൊണ്ടാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കാശി സാറും അഗ്നി സാറും ചെയ്യാവുന്നതിന് പരമാവധി സഹായം ചെയ്തു തന്നല്ലോ. ഞാൻ നിങ്ങളുടെ ഓഫീസിലെ വെറും എംപ്ലോയി ആയിരുന്നിട്ട് കൂടി അത് തന്നെ ധാരാളം. കൂടുതൽ ബന്ധങ്ങളും അടുപ്പവും ഉണ്ടാകാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നി. അങ്ങനെയുണ്ടായാൽ അവരിൽ നിന്നും നമ്മൾ പലതും പ്രതീക്ഷിക്കും. അവസാനം സ്വയം സങ്കടപ്പെടാറാവും. അവളുടെ വാക്കുകളിൽ തെളിഞ്ഞു കിടക്കുന്ന പരിഭവം കാശിക്ക് മനസ്സിലായി. അത് ശരിയാ. പക്ഷേ ഞങ്ങളുടെ എംപ്ലോയി ആയ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ HR-ൽ അറിയിക്കുകയോ മാത്രമേ ചെയ്യൂ. അല്ലാതെ ആളെ നേരിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ ആൾക്ക് ബോധം വരുന്നതുവരെ കൂട്ടിയിരിക്കുകയോ ചെയ്യാറില്ല. ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞ പോലെ നീ എനിക്ക് എൻ്റെ കാർട്ടൂനെ പോലെ തന്നെയാ. പക്ഷേ ഇന്നലെ തൻ്റെ ഫ്രണ്ട് അഗ്നിയെ പറ്റി പറഞ്ഞപ്പോൾ സഹിച്ചില്ല. ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവനവൻ. കൂട്ടുകാരനിൽ കൂടുതൽ സഹോദരൻ തന്നെയാണ്. കുറച്ചു കാലമായി അവൻ്റെ സ്വഭാവം തൻ്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ തന്നെയാണ്. എന്നാൽ അതിനു മുൻപുള്ള അഗ്നിയെ ആർക്കും അറിയില്ല. എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഒഴിച്ച്. അവനെ അറിഞ്ഞ ആർക്കും അവനെ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ കഴിയില്ല. അവൻ്റെ വാക്കുകൾ ഇടറുന്നത് നേത്ര ശ്രദ്ധിച്ചു. പക്ഷേ എന്തോ അഗ്നിയുടെ സ്വഭാവം അത് പണ്ട് ഇതുപോലെ ആയിരുന്നില്ല എന്ന് പറഞ്ഞത് അവൾക്ക് വിശ്വാസം വന്നില്ല. പിന്നെ ഇന്നലെ ഞാൻ പോയത് അവനെ ഓർത്ത് പേടിച്ചാണ്. നിങ്ങൾക്ക് നേരെ ഇന്നലെ ആക്രമണം നടത്തിയത് അവൻ്റെ ബിസിനസ് ശത്രുക്കളല്ല, മറിച്ച് അവൻ്റെ ഫാമിലിയിൽപ്പെട്ടവർ തന്നെയാണ്. അവൻ ഒറ്റയ്ക്കാണെന്നറിഞ്ഞ് വീണ്ടും ഒരു അക്രമം ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയാണ് അവനെ അന്വേഷിച്ച് ഞാൻ പോയത്. എന്നിട്ട് അഗ്നിസാറിനെ കണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നും ആലോചിക്കാതെ നേത്ര ചോദിച്ചതും കാശി അവളെ നോക്കി പുഞ്ചിരിച്ചു.